ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോമിലെ വചനം തിരുവചന ശുശ്രൂഷ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിൽ നമുക്കും പങ്കുചേരാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഈ വാക്കുകൾ ആരാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാനെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തമായ ശബ്ദമായിരുന്നു. ഏലിയായുടെ തീഷ്ണതയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവിന് വഴിയൊരുക്കുവാനുമായി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും ഏറ്റവും വലിയ കാർക്കശ്യം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. മരുഭൂമിയുടെ ആ തലങ്ങളിലൂടെ കടന്നു വന്ന ഈ മനുഷ്യൻ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ അതിൻ്റെ ഉന്നതിയിൽ ഉയർന്ന ഈ മനുഷ്യൻ അവസാനം ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പല രീതിയിൽ സ്നാപക യോഹന്നാനെ കാണുകയാണ്. ഇവനാണോ രക്ഷകൻ, വരാനിരിക്കുന്നവൻ ഇവനാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചുകൊണ്ട് മിശിഹ ആയിരിക്കും എന്ന് പോലും കരുതുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ വിനയത്തിൻ്റെ മാതൃക, വിനയത്തിൻ്റെ ഭാവത്തോടെ സ്നാപക യോഹന്നാൻ പറയുകയാണ്, യേശുവിന് സാക്ഷ്യം കൊടുക്കുകയാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. സാധാരണ പ്രിയമുള്ളവരെ, ചെരുപ്പ് വഹിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അടിമകളാണ്. അടിമ ആകാൻ പോലുമുള്ള യോഗ്യത ഇല്ല എന്ന് സ്നാപക യോഹന്നാൻ പറയുമ്പോൾ ആ സ്നാപക യോഹന്നാൻ്റെ ആ വിനയത്തിൻ്റെ ഭാവം എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുശ്രൂഷ മേഖലകളിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയും, കുടുംബ ബന്ധങ്ങളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ വ്യാപരിക്കുന്ന ഓരോ വ്യക്തിയും സ്നാപക യോഹന്നാൻ്റെ ഈ ഭാവം സ്വന്തമാക്കാൻ സാധിച്ചാൽ, അതിന് യോഗ്യമായ രീതിയിൽ ജീവിതശൈലി ക്രമപ്പെടുത്തിയാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പല അതിക്രമങ്ങളെയും പല അസ്വസ്ഥതകളെയും പല വിഭാഗീയതകളെയും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഞാൻ വലിയവനാണ് എന്നുള്ള അഹന്ത ചിന്ത, ഞാനാണ് ശരി എന്നുള്ള മനോഭാവം യഥാർത്ഥത്തിൽ നമ്മളെ വിനയപ്പെടുവാനായിട്ട് അത് തടസ്സമായി നിൽക്കും. വിശുദ്ധരിൽ തെളിഞ്ഞു നിന്ന ഭാവമാണ് വിനയം. കാരണം വിനയം എന്ന് പറയുന്ന വിശുദ്ധരുടെ ഭാവമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അബ്രഹാത്തെ കാണാം. അബ്രഹാത്തിൻ്റെ ആ വിനയത്തിൻ്റെ ഭാവം നമ്മൾ മനസ്സിലാക്കണം. ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിട്ട് ലോകത്തിന് മുഴുവൻ നിന്നെ ഞാൻ അനുഗ്രഹമാക്കും, നിന്നിലൂടെ ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അബ്രഹാത്തെ ദൈവം തിരഞ്ഞെടുത്തത്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു മഹത്തായ ഒരു വിളിയിലേക്ക് ഉയർത്തപ്പെട്ട അബ്രഹാം അപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ വിനയത്തിൻ്റെ ഭാവമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ 22 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട്. ദൈവം ഈ സോദോം ഗൊമോറയുടെ പാപം കണ്ട് ആ 2 ദേശത്തെയും നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ദൈവം അബ്രഹാത്തിനെ ഈ വാർത്ത അറിയിക്കുകയാണ്. അബ്രഹാം ആ നിമിഷം ദൈവസന്നിധിയിൽ ഈ സോദോം ഗൊമോറയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ സഹോദരപുത്രനായ ലോത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവവുമായി സംസാരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് അബ്രഹാത്തിൻ്റെ ആ വിനയഭാവം കാണാൻ സാധിക്കും. ഓരോ പ്രാവശ്യവും അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, കാരണം 50 പാപികളുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ, അത് 20 പാപികളുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, ഇങ്ങനെ ഓരോ ഇതായി കുറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴും അബ്രഹാം പറയുന്നത് എന്താണ്? പൊടിയും ചാരവുമായ ഞാൻ അവിടത്തോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ദൈവത്തോട് സംസാരിക്കുന്ന അബ്രഹാം. പൊടിയും ചാരവുമാണ് ഞാൻ എന്നുള്ള ആ ഭാവം അബ്രഹാത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അബ്രഹാം എപ്പോഴും വിനയത്തിൻ്റെ രീതിയിലാണ് ദൈവത്തോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടുമൊക്കെ ഇടപെട്ടിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരും എളിമയുടെ ഭാവമായിരുന്നു. പറഞ്ഞ സ്നാപക യോഹന്നാൻ, നമ്മൾ പറഞ്ഞു അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാൻ പോലും എളിമയുടെ ഭാവമായിരുന്നു. ദൈവത്തിൻ്റെ സ്വരം എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാൻ എളിമയുടെ ഭാവമാണ്.
അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും യോഗ്യനല്ല എന്ന് പറയുമ്പോൾ സ്നാപക യോഹന്നാൻ അതിൻ്റെ എളിമയാണ് പറയുന്നത്. എത്രമാത്രം താഴ്ത്തി പറയുമോ അത്രമാത്രം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം ഉയർച്ച നൽകും എന്ന് നമ്മൾ തിരിച്ചറിയണം. വിനയത്തിൻ്റെ അഭാവമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ താഴ്ത്തപ്പെടുന്നതിൻ്റെ അനുഭവങ്ങളും മറ്റുള്ളവരാൽ നമ്മൾ തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഒരു കാരണം നമ്മുടെ വിനയമില്ലാത്ത ഭാവമാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, 7-ാം അധ്യായം 28 സ്നാപക യോഹന്നാനെ പറയുന്ന എന്താണ്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല. കാരണം കർത്താവിൻ്റെ മുമ്പിൽ സ്വയം അവൻ എളിമപ്പെട്ട് അടിമയേക്കാൾ താഴ്ന്ന അവസ്ഥയിൽ സ്നാപക യോഹന്നാൻ അവൻ്റെ മനോഭാവവും സംസാര രീതികളും, ഞാൻ ഏറ്റവും എളിമയുടെ അല്ലെങ്കിൽ യോഗ്യനല്ല, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും യോഗ്യനല്ല, അടിമയുടെ ജോലി ചെയ്യാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാനെ ദൈവം കർത്താവായ ഈശോ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല. ഇതാണ് വിനയത്തിൻ്റെ അനുഗ്രഹം. നീ ഏത് ജീവിത സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിലാകാം, നീ കുടുംബനാഥനാണെങ്കിലും നീ കുടുംബനാഥൻ്റെ ആ ഭാവം എടുത്തു വെച്ചുകൊണ്ട് അഹങ്കരിക്കാതെ വിനയത്തിൻ്റെ രീതിയിൽ ചെറിയ കാര്യങ്ങൾ നീ ഭവനത്തിൽ ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തും. ഇന്ന് നമ്മൾ പലപ്പോഴും വിനയത്തിലേക്ക് കടന്നു വരാൻ മടിക്കുന്നത് എന്താണ്? ഞാൻ ഈ ചെറിയ പ്രവൃത്തി ചെയ്താൽ, ഞാനിങ്ങനെ എളിമപ്പെട്ടാൽ, ഞാൻ എൻ്റെ വാക്കും പ്രവൃത്തിയും കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എളിമയിൽ നിന്നാൽ അവരെല്ലാം എന്നെ ചവിട്ടി താഴ്ത്തിക്കളയും, അവരെല്ലാം എൻ്റെ തലയ്ക്ക് മുകളിൽ കയറും എന്നുള്ള ഒരു തെറ്റായ ചിന്ത മനുഷ്യനിൽ നിലനിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വിധേയപ്പെടുവാനായിട്ട് എളിമപ്പെടുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, യാക്കോബ് ലേഖനത്തിൽ 4-ാം അധ്യായം 10 പറയുക, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഗലാത്യരുടെ ലേഖനത്തിൽ 6-ാം അധ്യായം 3 വചനം പറയുക, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുകയാണ്. നമ്മളൊന്നുമല്ല എന്നുള്ള ചിന്തയോടെ എല്ലാം ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും കാരുണ്യവുമാണ്. ഒരുപക്ഷെ നിൻ്റെ കീഴിൽ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ടാകാം, ഒരു വലിയ ഉയർന്ന സ്ഥാനത്തിൽ നീ ആദരണീയനായ ഒരു വ്യക്തിയായിരിക്കാം. എങ്കിലും നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇത് അവൻ്റെ കൃപയാണ്, അവൻ്റെ കരുണയാണ്, എൻ്റെ യോഗ്യതയല്ല. അവൻ്റെ കരുണയാൽ എനിക്ക് ലഭിച്ചതാണ് എന്നിലെ നന്മയെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വിനയത്തോടെ എളിമയോടെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 16-ാം അധ്യായം 5-ാം തിരുവചനം, അഹങ്കാരികളോട് എനിക്ക് വെറുപ്പാണ്. ദൈവം പറയുകയാണ്, ആരൊക്കെ വിനയത്തിനെതിരായി അഹങ്കരിച്ച് ജീവിക്കുന്നുണ്ടോ അവരോടൊക്കെ കർത്താവിന് വെറുപ്പാണ്. കർത്താവ് വെറുക്കുന്ന ഒരു പാപമാണ് അഹങ്കാരം. അപ്പോൾ വിനയം നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഗ്രഹങ്ങളുണ്ടാകും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, പരസ്പരമുള്ള പങ്കുവയ്ക്കലിൻ്റെ മനോഭാവം ഇല്ലാത്തതിൻ്റെയൊക്കെ കാരണം, ഒന്നാമത്തെ കാരണം നമ്മൾ വിനയത്തിന് ആഗ്രഹിക്കുന്നില്ല, വിനയം നമ്മുടെ ഉള്ളിലില്ല. കൊളോസ്സാരുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 12 അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ വാത്സല്യ ഭാചനങ്ങളാകണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നമ്മൾ എളിമയുള്ളവരാകണം, വിനയമുള്ളവരാകണമെന്ന് പൗലോസ്ലീഹ കൊളോസോസിലെ ജനങ്ങളോട് പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ഈ വചനം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 5 നമ്മൾ കാണുന്നുണ്ട്, അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പരം വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇന്ന് സമാധാനത്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സമാധാനം കിട്ടും? കുറേ സമ്പത്ത് വാങ്ങിക്കൂട്ടിയാൽ എനിക്ക് സമാധാനം കിട്ടുമോ? നല്ല ജോലി കിട്ടിയാൽ സമാധാനം കിട്ടുമോ? ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടിയാൽ എനിക്ക് സമാധാനം കിട്ടുമോ? അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്താൽ എനിക്ക് സമാധാനം കിട്ടുമോ എന്നുള്ള ചിന്തയോടെ മനുഷ്യൻ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ അറിയുന്ന ഒരു സത്യമുണ്ട്, ഇതെല്ലാം നേടിയ മനുഷ്യന് സമാധാനമില്ലാതെ അസ്വസ്ഥനായി കഴിയുകയാണ്. കാരണം എന്താണ്? ഈ വ്യക്തികളിൽ വിനയമില്ല, എളിമയില്ല.
എളിമയില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടല്ലേ മാലാഖ യേശുവിൻ്റെ ജനന സമയത്ത് ആട്ടിടയരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ച മനുഷ്യർക്ക് സമാധാനം. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിറയുന്ന മനുഷ്യനെ സമാധാനമുള്ളൂ. ദൈവത്തിൻ്റെ കൃപ നിറയണമെങ്കിൽ ആ മനുഷ്യനിൽ എളിമ വേണം. അതുകൊണ്ടാണ് വചനം പറയുക, എളിമയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. അപ്പോൾ വിനയമുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നത്. ആ കൃപയിലൂടെയാണ് നമ്മുടെ സമസ്ത മേഖലകളിലും സമാധാനം വ്യാപരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14 പറയുകയാണ്, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നീ ഇന്നായിരിക്കുന്ന ജീവിത അവസ്ഥയിൽ നിനക്ക് സമാധാനമില്ലെങ്കിൽ നീ തിരിച്ചറിയണം, നിൻ്റെ വിനയമില്ലാത്തതിൻ്റെ നഷ്ടമാണ്. വിനയത്തിൻ്റെ ഭാവം നഷ്ടപ്പെടുത്തി നീ ജീവിക്കുന്നത് കൊണ്ടാണ്, ആ ജീവിതശൈലി നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്. ഈ സമാധാനം തിരികെ പിടിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നിറയണമെങ്കിൽ നീ വിനയത്തിൻ്റെ തലത്തിലേക്ക് വരണം. നിൻ്റെ വാക്കിലൂടെ, നിൻ്റെ പ്രവൃത്തിയിലൂടെ, നിൻ്റെ ചിന്താഗതിയിലൂടെ ലളിതമായ രീതിയിൽ എളിമയുടെ ഭാവം നയിക്കുക, വിനയത്തിൻ്റെ ഭാവം നയിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 29 ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇന്ന് സമാധാനത്തിനായി, ആശ്വാസത്തിനായി നെട്ടോട്ടമോടുന്ന ഓരോ വ്യക്തിയും കർത്താവിൻ്റെ ഈ എളിമയുടെ ഭാവം സ്വന്തമാക്കണം. സ്നാപയോഹന്നാൻ്റെ ഈ എളിമയുടെ ഭാവം സ്വന്തമാക്കണം. അബ്രഹാത്തിൻ്റെ ഈ എളിമയുടെ ഭാവം സ്വന്തമാക്കണം. വിശുദ്ധരുടെ എളിമയുടെ ഭാവം സ്വന്തമാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിലനിൽക്കും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. എല്ലാ അസ്വസ്ഥതയുടെയും കാരണം വിനയത്തിൻ്റെ അഭാവമാണ് എന്ന് തിരിച്ചറിയാം. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഇന്ന് അസമാധാനം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിനയമില്ലാത്ത ഭാവമാണ്. ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയ്ക്ക് വിനയപ്പെടാൻ കഴിയുന്നില്ല. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിന് ഒന്ന് വിനയപ്പെടാനായിട്ട് കഴിയുന്നില്ല. നീ വിനയപ്പെടുമ്പോൾ നിൻ്റെ ബന്ധത്തിലെ അസ്വസ്ഥതകൾ മാറും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾക്ക് മക്കളുടെ മുമ്പിൽ ചിലപ്പോൾ ഒന്ന് വിനയപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോഴൊന്ന് നിങ്ങളൊന്ന് വിനയപ്പെട്ട് നോക്കിയേ, ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മക്കളുടെ ദുശീലങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ മാറും. ഇന്ന് മക്കളുടെ സ്വഭാവ വൈകല്യങ്ങളെയും ദുശീലങ്ങളെയും ഓർത്ത് വിഷമിച്ച് നിരാശപ്പെട്ട് കരയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അഹങ്കാരവും വാശിയും നിങ്ങളുടെ ധാർഷ്ട്യവും എളിമയില്ലാത്ത മനോഭാവവും വിധേയപ്പെടാനായിട്ടുള്ള മനസ്സില്ലായ്മയും ഒക്കെയാണ് ഇന്ന് നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകളെന്ന് തിരിച്ചറിയണം. നിങ്ങൾ എളിമയുടെ ഭാവത്തിലേക്ക് വരിക, വിനയത്തിൻ്റെ ഭാവത്തിലേക്ക് വരിക. അവിടെ ദൈവം സമാധാനവും കൃപയും നിറയ്ക്കും. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 2 പറയുക, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ പരസ്പരം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. അന്യോന്യം സഹകരിച്ച് പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നമ്മൾ ജീവിക്കണമെന്നാണ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 2 പറയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വിനയത്തിൻ്റെ ഭാവമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ചില കാര്യങ്ങളൊന്ന് ധ്യാനിച്ചാൽ മതി. ഒന്നാമത്, മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് പൂർണ്ണമായി കേൾക്കാതെ, അത് ചിന്തിക്കാതെ എതിർത്ത് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണോ ഞാൻ? മറ്റുള്ളവരെന്താണ് പറയുന്നത് അത് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കാനും അത് ക്ഷമയോടെ കേൾക്കാനും കഴിയാതെ ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ, അത് തടസ്സപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയണം, എൻ്റെ ഉള്ളിൽ വിനയമില്ല. മറ്റൊന്ന്, ഞാൻ പറയുന്നതാണ് ശരി, അതിലുപരി ആരും പറയുന്നത് വരില്ല. ഞാൻ പറയുന്നതാണ് ശരി, അതിലുപരി ആരും അതിനെ എതിർത്ത് പറയാനായിട്ട് പാടില്ല എന്നുള്ള ഒരു ചിന്ത നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, നിൻ്റെ ഉള്ളിൽ വിനയത്തിൻ്റെ അഭാവമുണ്ട്. ഈ വിനയത്തിൻ്റെ അഭാവമാണ് ഈ ചിന്ത നിന്നെ ഭരിക്കുന്നത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവരൊക്കെ ഇതിനുപരിയായിട്ട് വരാനായിട്ട് പാടില്ല. മൂന്നാമത്, എൻ്റെ ജോലികളിൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആരും ഇടപെടരുത്, അഭിപ്രായം പറയരുത്. എനിക്കറിയാം കാര്യം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ, ഞാൻ ഇടപെടുന്ന നിലപാടുകളിൽ ആരും അഭിപ്രായം പറയാൻ പാടില്ല, ആരും ഇടപെടാൻ പാടില്ല. ഈ ഒരു ബോധ്യവും ഈ ഒരു മനോഭാവവും നീ കൂടെ നിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, വിനയത്തിൻ്റെ അഭാവമാണ്. ഒരുപക്ഷെ നിൻ്റെ ഭാര്യയോട് പറയും, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. അല്ലെങ്കിൽ മക്കൾ പറയും, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. മാതാപിതാക്കൾ പറയും, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് പരസ്പരം വഴക്കിടുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ ജീവിതത്തിൽ വിനയത്തിൻ്റെ അഭാവമാണ്.
മറ്റൊരു ചിന്ത, മറ്റുള്ളവർക്ക് എന്നെ എന്തറിയാം, അവർ പോഷന്മാരാണ്, കഴിവില്ലാത്തവരാണ് എന്ന് നീ ചിന്തിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിൻ്റെ ഉള്ളിൽ വിനയത്തിൻ്റെ ഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിനയത്തിൻ്റെ ഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ അവർക്കൊന്നും അറിയില്ല, അവർ പോഷന്മാർ, അവർക്ക് ബുദ്ധിയില്ല, വിദ്യാഭ്യാസമില്ല. ഒരുപക്ഷെ ചിലരൊക്കെ പറയും, മാതാപിതാക്കളെ നോക്കി മക്കൾ കയർക്കുന്നത് എന്താണ്, മക്കൾ ഞങ്ങൾ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഈ മാതാപിതാക്കൾക്കൊന്നും വിവരവും ഇല്ല, പോഷന്മാരാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് മറുതലിക്കുന്ന മക്കൾ യഥാർത്ഥത്തിൽ നിൻ്റെ ഉള്ളിലെ വിനയമില്ലാത്തതിൻ്റെ ഭാവമാണ് ഇതിങ്ങനെ ചിന്തിക്കുന്നത്. വിനയമുള്ള വ്യക്തി എന്തു ചെയ്യും? അവൻ എത്ര ഡിഗ്രി എടുത്താലും എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും അവൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അവൻ എപ്പോഴും എളിമപ്പെട്ട് നിൽക്കും. അതാണ് വിനയത്തിൻ്റെ ഭാവം. ഒരുപക്ഷെ നീ ഒരു വലിയ മെത്രാനായിരിക്കുക, നമ്മൾ കാണുന്നില്ല വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ മെത്രാനായിട്ടുള്ളവർ പോലും സാധാരണ അമ്മമാരുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അമ്മമാരുടെ ആശീർവാദം സ്വീകരിക്കുന്നത്. വിശുദ്ധരുടെ ജീവിതത്തിൽ ഇത് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാനമായ വിനയത്തിൻ്റെ ഭാവം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിനയത്തിൻ്റെ ഭാവം മക്കൾ നിലനിർത്തുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങും, അവിടെ സമാധാനം ഭരിക്കും, അവിടെ സന്തോഷം നിലനിൽക്കും. മറ്റൊന്ന്, മുഖസ്തുതി പറയുന്നവരെ മാത്രം അംഗീകരിക്കുകയെന്ന സ്വഭാവമാണെങ്കിൽ നീ തിരിച്ചറിയണം, നിൻ്റെ ഉള്ളിൽ വിനയമില്ല. മുഖസ്തുതി കേൾക്കാനും അത് പറയുന്നവരെ മാത്രം നിൻ്റെ ചുറ്റും നീ നിർത്തുമ്പോൾ നിൻ്റെ ഉള്ളിൽ വിനയമില്ലാത്തതിൻ്റെ, എളിമപ്പെടാൻ പറ്റാത്തതിൻ്റെ ഒരു അടയാളമാണ് അതെന്ന് തിരിച്ചറിയണം. വേറൊരു കാര്യം, ഇഷ്ടമില്ലാത്തവരോട് മുഖം കറുപ്പിക്കുന്ന സ്വഭാവമാണ്. ഒരുപക്ഷെ നിനക്ക് ഇഷ്ടമില്ലാത്ത സംസാരവും പെരുമാറ്റവും നിന്നോട് ചെയ്യുന്ന വ്യക്തിയോട് നീ മുഖം കറുപ്പിച്ച് അവരെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ ഉള്ളിൽ വിനയമില്ല. വിനയമുണ്ടെങ്കിൽ അത് ക്ഷമയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കടന്നു പോകാനായിട്ട് സാധിക്കും. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 3 മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഇന്ന് പലരും സമൂഹങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? വിനയമില്ല. വിനയമില്ലാതെ മാത്സര്യത്തോടും വ്യർത്ഥാഭിമാനത്തോടും കൂടെ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ വലിയ ആളാകാനായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വചനം പറയുകയാണ്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. അത് ചെയ്യുന്നത് പാഴായി പോവും. ഒരുപക്ഷെ വലിയ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാകാം. മാത്സര്യത്തോടെ നീ അത് ചെയ്യുമ്പോൾ, വിനയമില്ലാത്ത മനോഭാവത്തോടെ അത് ചെയ്യുമ്പോൾ അത് അനുഗ്രഹമല്ലാതായിട്ട് മാറും. വചനം തുടർന്ന് പഠിപ്പിക്കുകയാണ്, ഓരോരുത്തരും താഴ്മയോടെ വിനയമുള്ളവരും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കരുതുകയും ചെയ്യുക. ഓരോരുത്തരും വിനയത്തോടെ അല്ലെങ്കിൽ താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുക. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 3 പറയുക, മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ അല്ലെങ്കിൽ വിനയത്തോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18 നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കാരണം നിൻ്റെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം നിനക്ക് അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയണമെങ്കിൽ നീ വിനയമുള്ളവനാകണം, വിനയമുള്ളവളാകണം. വിനയമുള്ളപ്പോൾ നീ വിനയമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ, ആട്ടിടയരുടെ മുമ്പിൽ മാലാഖ പറഞ്ഞത്, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ കൃപ നിറയണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ വിനയമുണ്ടാകണം. സന്തോഷം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിറയണം. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നിന്നിൽ വിനയമുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം വിനയമായിരിക്കണം. അപ്പോൾ ദൈവം കൃപ നിറയ്ക്കും, ബാക്കിയുള്ളതൊക്കെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 2 പറയുക, അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനവും. വിനയം നഷ്ടപ്പെടുമ്പോൾ ജ്ഞാനം നഷ്ടപ്പെടും. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുകളുണ്ടാകാം. വിനയത്തോടുകൂടി എളിമയോടുകൂടി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതി നമ്മളൊരു തീരുമാനമെടുത്താൽ അതിൽ ജ്ഞാനം നിറയും, ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയും. പോകുന്ന വഴികളിൽ വിജയമുണ്ടാകും. മറ്റുള്ളവരെ എല്ലാം പോഷന്മാരാക്കി ഞാനാണ് കേമൻ, ഞാനാണ് ഏറ്റവും വലിയ എല്ലാം അറിയുന്ന ആൾ എന്നുള്ള ചിന്തയോടെ നമ്മൾ എടുത്തു ചാടി തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം ജ്ഞാനം നഷ്ടപ്പെടും. അവിടെ പ്രശ്നങ്ങൾ തലപൊക്കും, തകർച്ചകൾ കടന്നു വരും, അസ്വസ്ഥതകൾ കടന്നു വരും. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമുക്ക് കൂടുതൽ വിനയത്തിന് വേണ്ടി, എളിമയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരാകാം.
നമ്മുടെ കുടുംബങ്ങളിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം, ഇന്ന് കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമാകാനായിട്ടുള്ള കാരണം, വിവാഹമോചനത്തിനായിട്ട് ഇന്ന് വ്യക്തികൾ ഓടിക്കൊണ്ടിരിക്കാനായിട്ട് കാരണം മറ്റൊന്നുമല്ല, അവരുടെ ജീവിതങ്ങളിൽ വിനയം നഷ്ടപ്പെട്ടു, എളിമ നഷ്ടപ്പെട്ടു. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ അവരവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അടിച്ചു പുറത്താക്കി കഴിഞ്ഞതുകൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. അഹങ്കാരത്തിൻ്റെ ദുർഭൂതമായ, ആർഭാടത്തിൻ്റെ ദുർഭൂതമായ പിശാചിനെ ഹൃദയത്തിൽ എടുത്തു വെച്ചിട്ട് വാശിയും വെറുപ്പും വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ അസമാധാനവും അരക്ഷിതാവസ്ഥയും എല്ലാ തരത്തിലുള്ള അധർമ്മങ്ങളും അവിടെ വന്ന് വസിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു അഹങ്കാരത്തിൻ്റെ വിനയം നഷ്ടപ്പെടുത്തി നീ എടുത്ത നിലപാടുണ്ടായിരിക്കും. ഈ ദിനത്തിൽ നീ കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് മുട്ടുമടക്കുക, എളിമയോടെ അവൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക. കർത്താവെ, തെറ്റുപറ്റിപ്പോയി, ഞാനിതാ എളിമപ്പെടുന്നു, നിൻ്റെ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ, നിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുക്കണമേ. ആ കൃപ നിറയപ്പെടുമ്പോൾ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസമാധാനം വിട്ടുപോകും. നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരാശയുടെയും കുറ്റബോധത്തിൻ്റെയും തിന്മകൾ, ചിന്താഗതികൾ ആ കൃപ നിറയുമ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് ദൈവം ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. തൻ്റെ അരികിൽ വന്നിട്ട് ആരും നഷ്ടപ്പെടാനായിട്ട് പാടില്ല, ആരും തകർന്നു പോകാനായിട്ട് പാടില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട്, കൂദാശകൾ സ്വീകരിച്ചിട്ട്, ആരാധന അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തിട്ട് നിൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, വളർച്ചയില്ലെങ്കിൽ, അഭിവൃദ്ധിയില്ലെങ്കിൽ, നീ തിരിച്ചറിയേണ്ട ഒരു സത്യം എൻ്റെ ഉള്ളിലെ വിനയമില്ലാത്തതിൻ്റെ ഭാവമാണ്. എൻ്റെ ഉള്ളിൽ വിനയമില്ലാത്തതിൻ്റെ ഭാവമാണ്. എൻ്റെ സംസാരത്തിൽ വിനയമില്ലാത്തതിൻ്റെ ഭാവമാണ്. എൻ്റെ കാഴ്ചപ്പാടുകളിൽ വിനയമില്ലാത്തതിൻ്റെ ഭാവമാണ്. നമുക്ക് വിനയമുള്ളവരായിട്ട് മാറാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയും കൃപയും നിറഞ്ഞു നിൽക്കും. ജീവിതത്തിൽ അഭിഷേകമുണ്ടാകും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ഒരു വചനം കൂടെ നമ്മുടെ ഉള്ളിൽ ധ്യാനിക്കണം. ആ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എളിമയും വിനയവും ഒക്കെ കടന്നു വരും. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കുവാൻ എന്തുണ്ട്? പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന് ഭിക്ഷുങ്കരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. ഒരുപക്ഷെ ഇന്ന് രാജാവാകാം, ഇന്നെല്ലാം ഉണ്ടെന്നുള്ള അഹങ്കരിച്ച് നിൽക്കും. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടാൻ. ഒരു ചെറിയൊരു രോഗം മതി നമ്മുടെ അഹങ്കാരം മൂലം നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ. അതുകൊണ്ട് വിനയമുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ തിന്മകൾ കടന്നു വരില്ല. പൊടിയും ചാരവുമായി നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു എളിമയുടെ ഭാവം ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും അനുഭവിക്കാൻ പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 14-15 കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹങ്കാരികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. വിനയമുണ്ടെങ്കിൽ ഭൂമിയിൽ നിനക്ക് സുരക്ഷിതത്വത്തോടെ ജീവിക്കാം. വിനയമുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതത്വത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 8 യേശുവിനെ നമ്മൾ കാണുന്നില്ല. അവൻ കുരിശുമരണത്തോളം വിധേയപ്പെട്ടു, എളിമപ്പെട്ടു, വിനയപ്പെട്ടു നിന്നു. അവൻ്റെ നേരെ എന്തെല്ലാം ആക്രോശങ്ങളുണ്ടായി, എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടായി. അപ്പോഴൊന്നും കർത്താവ് ഒന്നും പ്രതികരിക്കുന്നില്ല. അഹങ്കാരത്തോടെ, വാശിയോടെ കർത്താവ് പ്രതികരിച്ചിരുന്നുവെങ്കിൽ എല്ലാം ചാരമായി പോകും. പക്ഷേ അവിടുന്ന് എളിമയോടെ, എല്ലാം ക്ഷമയോടെ നിന്നപ്പോൾ ആ ക്ഷമയിലൂടെ ലോകത്തെ മുഴുവനും കർത്താവിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 5 നമ്മൾ കാണുന്നുണ്ട് ഈശോ കഴുതപ്പുറത്ത് വിനയാന്വിതനായി കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്നത്. ഓശാനയുടെ ആഘോഷങ്ങളുടെ ആ സമയത്ത് വിനയത്തിൻ്റെ ഭാവത്തോടു കൂടിയാണ് ഈശോ കഴുതയുടെ പുറത്ത് കയറി വരുന്നത്. ഈ ഭാവമാണ് അനുദിന ജീവിതത്തിൽ നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകും. ആരൊക്കെ വിനയത്തോടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ, മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതം ഇന്ന് ഉയർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതം കർത്താവ് വളരെ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ ഉയർച്ചയും ഈ അനുഗ്രഹവും ഈ സമാധാനവും ഈ സന്തോഷവും ഒക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ വിനയമുള്ളവരാകണം. പരിശുദ്ധ അമ്മയുടെ മനോഭാവം നമ്മൾ സ്വന്തമാക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിനത്തിൽ വിനയത്തിൻ്റെ ഭാവവും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുമാണ് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു.
വിനയമില്ലാത്തത് മൂലം നഷ്ടപ്പെടുന്ന സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങളും ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു. ദൈവമേ, വിധേയപ്പെടുവാനും വിനയത്തോടുകൂടി എല്ലാവരോടും ഇടപെടുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണം ഞങ്ങളുടെ ഉള്ളിലെ അഹങ്കാരവും ഞാനെന്ന ഭാവവും വിനയമില്ലാത്ത അവസ്ഥയുമാണല്ലോ. കർത്താവെ, എളിമ കൊണ്ട് വിനയം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തെയും നിൻ്റെ ഹൃദയത്തിന് അനുരൂപമാക്കി എളിമയിൽ ജീവിച്ച് അനുഗ്രഹമായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.